അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. വെൽക്കം ടു പുതിയ വീഡിയോ ഓൺ വാൽമാക്രി ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഒരു ലെറ്റർ അയക്കാൻ പോകണം. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നമ്മൾ ടൈം മെഷീനോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് എങ്ങനെ അയക്കുന്നത്. വളരെ സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേഗം പോയി ഒരു പേപ്പറും ഒരു പേനയും പോയി എടുത്തിട്ട് വാ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്ക്, അതിൻ്റെ എടുത്തിട്ട് വന്നിട്ട് ബാക്കി കാണാം. ഞാൻ പേപ്പറും പെന്നും കാര്യങ്ങളെല്ലാം എടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും പേപ്പറും പെന്നും ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കിത് ഫ്യൂച്ചറിലേക്ക് ഏത് സമയത്തേക്ക് വേണമെങ്കിൽ അയക്കാം. ഞാൻ അയക്കാൻ പോകുന്നത് 2025 എൻ്റെ വേർഷനാണ്. അതായത് ഇപ്പോൾ 2024 ജാനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. 2025 ജാനിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് അയക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പേപ്പർ എടുക്കുക. നിങ്ങൾക്ക് ഏത് വർഷത്തേക്കാണ് അയക്കേണ്ടത് ആ വർഷം എഴുതുക. ഇപ്പോൾ 2025 ആണെങ്കിൽ 2025 എന്ന് എഴുതുക എന്നെ പോലെ, ഇല്ലെങ്കിൽ 2026 ഇല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് 2029 അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എഴുതുക. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പറയുന്നതിന് മുന്നേ ഇതെന്തിനാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത് എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ആക്ച്വലി 2025 അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരാൻ പോണ ബാക്കിയുള്ള ഇയറിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനൊക്കെ കേട്ടിട്ടില്ല, അപ്പോൾ അത് നമ്മൾ പരീക്ഷിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു ടാസ്ക് കൊടുക്കുകയാണ്, ബൈ ദിസ് പെർട്ടിക്കുലർ ഇയർ ഐ വിൽ അക്കംപ്ലിഷ് ദിസ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും എന്നുള്ളത് കാര്യമാണ് പറയുന്നത്. പിന്നെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എനിക്ക് ഇന്നത് ചെയ്യാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഡു ഇറ്റ് എന്ന് എഴുതരുത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് യൂസ് ഐ വിൽ ഡു ഇറ്റ്, അല്ലെങ്കിൽ ഞാനിത് ചെയ്യും എന്ന് പറഞ്ഞ് എഴുതുക. അത് അഷുറൻസ് ആണ്. അപ്പം നമ്മളോട് തന്നെ ഒരു അഷുറൻസ് കൊടുക്കുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് എഴുതി തുടങ്ങാം. ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്നത് 5 ഡിഫറെൻറ്റ് മൈൽ സ്റ്റോൺസ് ആണ്. അതായത് ബൈ 2025 എനിക്ക് ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്ന് ഞാൻ പറയണത് 5 എണ്ണമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര എണ്ണം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാനുണ്ടെന്നുള്ളത് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതെല്ലാം മൈൽ സ്റ്റോൺ ആക്കി വയ്ക്കുക. 5 എണ്ണം എഴുതുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ എന്തായാലും യൂട്യൂബ് വീഡിയോ ഉള്ള ചെയ്യണം, അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറയാം. ഫസ്റ്റ് മൈൽ സ്റ്റോൺ എനിക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ 100K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ മൈൽ സ്റ്റോൺ എത്തുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ. പിന്നെ എൻ്റെ സെക്കൻഡ് ആവശ്യം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓളോനെ വെച്ചുകൊണ്ട് സെക്കൻഡ് വണ്ടി എടുക്കണം. അതാണ് എൻ്റെ സെക്കൻഡ് മൈൽ സ്റ്റോൺ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ മൈൽ സ്റ്റോൺ അത് വേറൊന്നുമല്ല, എനിക്ക് നമ്മുടെ ബോനെയും ആരോനെയും കൊണ്ട് ഇന്ത്യ മൊത്തം കറങ്ങണം. അതുപോലെ അവരെ ഫുൾ സ്ഥലങ്ങളൊക്കെ കാണിക്കണം. അത് നമ്മുടെ ഓളോയിലായിരിക്കും. അപ്പോൾ ഇന്ത്യയിലെ ഫുൾ യൂണിയൻ ടെറിട്ടറീസും അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റ്സും കവർ ചെയ്തിട്ട് ഒരു ഓൾ ഇന്ത്യ റൈഡ് അവരുമായിട്ട്, അതാണ് എൻ്റെ മൂന്നാമത്തെ മൈൽ സ്റ്റോൺ. യെസ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ മൈൽ സ്റ്റോൺ വേറൊന്നുമല്ല, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു അഹങ്കാരം പോലെ തോന്നുമെങ്കിലും അത് പ്യൂർലി ഒരു ആഗ്രഹമാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ വണ്ടി എടുത്തു, അതുപോലെ തന്നെ വേറെ കുറേ സ്ഥലത്ത് ട്രാവലൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ പൈസ വേണ്ടേ. അപ്പോൾ ബൈ ദി എൻഡ് ഓഫ് 2024 നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 lakh മന്ത്ലി ഇൻകം വരുന്ന രീതിയിൽ, അത് കമ്പൈൻഡ് ഇൻകമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്താമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ 2025 ബിഗിനിങ്ങിൽ 10 lakh ഇൻകം പെർ മന്ത്, അതാണ് നമ്മുടെ 4th മൈൽ സ്റ്റോൺ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈൽ സ്റ്റോൺ വേറൊന്നുമല്ല, ഇതെല്ലാമാണെങ്കിലും ഹാപ്പി അല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ 5ാമത്തെ മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി വേർഷൻ ഓഫ് മൈസെൽഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈ ദി എൻഡ് ഓഫ് 2024. അപ്പോൾ 2025 വേർഷൻ വിൽ ബി മച്ച് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ദാൻ ദിസ് എന്നുള്ളതാണ് എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈൽ സ്റ്റോൺ. അപ്പോൾ അതാണ് 5 മൈൽ സ്റ്റോൺസ്. ഇപ്പം നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യം ഞാൻ പറയട്ടെ, വേറൊന്നുമല്ല, നമ്മൾ എല്ലാ വർഷവും ഇതുപോലെ ഓരോരോ മൈൽ സ്റ്റോണായിട്ട് വരും, ഓരോരോ റെസൊല്യൂഷനായിട്ട് വരും. അതൊന്നും നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യൂല, നമ്മൾ എവിടെയെങ്കിലും വെച്ച് നിർത്തും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇത് എൻ്റെ പ്ലാനാണ്, അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ പോണ കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 മൈൽ സ്റ്റോൺ ആണല്ലോ ഞാൻ എനിക്ക് കൊടുത്തേക്കണം. ഓരോ മൈൽ സ്റ്റോൺ ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എനിക്കായിട്ട് തന്നെ ഓരോ ഗിഫ്റ്റ് തരും. അതുപോലെ തന്നെ നിങ്ങളും ഞാൻ ഒരുമിച്ചാണല്ലോ ഈ ജേർണിയിൽ എന്തായാലും പോണേ. അപ്പോൾ ഞാൻ ഈ ഓരോ മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും ഗിഫ്റ്റ് ഞാൻ ഒരു ഗീവ് അവേ ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ അതും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ മൈൽ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കാണ് ഞാൻ പറയണത്, നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും ഗിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇത് ത്രൂ ഔട്ട്
ഫോളോ ചെയ്യാനായിട്ട്. ഞാൻ എന്തായാലും ഇന്നത്തോടു കൂടി ഈ ഒരു മിഷൻ സ്റ്റാർട്ട് ചെയ്യാണ്, ഓരോ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2024 എനിക്ക് 5 മൈൽ സ്റ്റോണാണ് ഞാൻ എനിക്ക് തന്നെ തന്നേക്കണേ. അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. 2025 ജാനുവരിയിൽ ഇപ്പോൾ ഈ ബുക്ക് അത് ഞാൻ സേഫായിട്ട് ഒരു സ്ഥലത്ത് വെക്കും. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ പീസ് ഓഫ് പേപ്പർ ആയിക്കോട്ടെ, ബുക്ക് ആയിക്കോട്ടെ, സേഫായിട്ട് ഒരു സ്ഥലത്ത് വെക്കുക. 2025 ജാനുവരി നമുക്ക് ഒരുമിച്ച് ഇത് ഓപ്പൺ ചെയ്യാം. ആൻഡ് ലെറ്റ് സി ഏതൊക്കെ മൈൽ സ്റ്റോൺ നമ്മൾ ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ദിസ് ഇസ് വാൽമാക്രി സൈനിങ് ഓഫ്.